നമസ്കാരം. എഡ്യൂകെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12th മാത്തമാറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലസിൻ്റെ ഒരു പോർഷനാണ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷനിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the value of integral a raised to x into e raised to x dx equals, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണിത്. ഒരു മാർക്കാണ് ഇതിനുള്ളത്. ഓപ്ഷൻസ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. രണ്ട് ഫംഗ്ഷൻസ് ആണ് നമ്മൾക്കുള്ളത്, എ റേസ് ടു എക്സ് ആൻഡ് ഇ റേസ് ടു എക്സ്. ഇതിൽ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ഞാൻ എടുക്കുന്നത് എ റേസ് ടു എക്സിനെയാണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്തായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, എ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ആണ്, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഒന്നുകൂടി ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. എ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് ലോഗ് എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കതിനെ പുറത്തേക്ക് എടുക്കാം, ഇൻറ്റു ഇൻ്റഗ്രൽ എ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് എ റേസ് ടു എക്സ് ഇ റേസ് ടു എക്സ് ആണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. വീണ്ടും ഇൻ്റഗ്രൽ അത് തന്നെ വന്നു അല്ലേ. അപ്പോൾ നമുക്കതിനെ ഐ എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് ലോഗ് എ ഇൻറ്റു ഐ. ലെഫ്റ്റ് സൈഡിൽ എന്ത് തന്നെയാണ്? ഐ ആണ് അല്ലേ. ഐ ടേമിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഐ പ്ലസ് ലോഗ് എ ഇൻറ്റു ഐ ഈക്വൽ ടു എ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഐ പുറത്തേക്ക് എടുത്താൽ ഐ ഇൻറ്റു 1 പ്ലസ് ലോഗ് എ ഇസ് ഈക്വൽ ടു എ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്. ഐ ഇസ് ഈക്വൽ ടു എ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ലോഗ് എ. ഇങ്ങനൊരു ഓപ്ഷൻ നമുക്ക് ഇല്ല അല്ലേ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഈ ഒരു ആൻസർ ഇല്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാണ്. ഡിനോമിനേറ്ററിലെ 1നെ ഞാൻ ലോഗ് ഇ എന്ന് കൊടുക്കണം. ലോഗ് ഇൻ്റെ വാല്യൂ എന്താ? 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ അതിനെ ലോഗ് ഇ എന്ന് കൊടുത്താൽ ലോഗ് ഇ പ്ലസ് ലോഗ് എ എന്ന് വരും. ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ബി ആണ്. ലോഗിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ലോഗ് ഇ ഇൻറ്റു ലോഗ് എനെ ലോഗ് ഇ ഇൻറ്റു എ അല്ലെങ്കിൽ ലോഗ് എ ഇൻറ്റു ഇ എന്ന് നമുക്ക് എഴുതാം. ബേസ് ഇ തന്നെയാണ് വരുന്നത്, പ്ലസ് സി. നോക്കൂ, ഈ ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇവിടെ ലോഗ് പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കണം ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to √2 ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് സ്ക്വയർ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ the largest integer less than or equal to the given number. എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ? ലാർജസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗിവൺ നമ്പർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 1.27 ആണെന്ന് വിചാരിക്കാം. നമ്മൾ എങ്ങനെ എഴുതും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗിവൺ നമ്പർ. നമ്പർ തന്നിരിക്കുന്ന നമ്പറിനേക്കാൾ ചെറുതാ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള വലിയ ഇൻറ്റിജർ വാല്യൂ. അപ്പോൾ ഇതിന് തൊട്ട് പിന്നിലുള്ള വലിയ ഇൻറ്റിജർ വാല്യൂ ഏതാണ്? 1 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ 7.5 ആണെങ്കിലോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 7.5 ഇസ് 7. ഇനി നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിലോ ഇപ്പോൾ -3.6 ഏതാണ്? തൊട്ട് പിന്നിലുള്ള വലിയ നമ്പർ എന്ന് പറയുമ്പോൾ ഏത് വരും? -4 വരും. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഒരു ഡെഫിനേഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ 0 to √2 ആണ് നമ്മുടെ ലിമിറ്റ് കിടക്കുന്നത്. നമുക്ക് ഈ ലിമിറ്റിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 0 to √2 എന്നുള്ളതിനെ ഞാൻ 0 to 1 എന്നും 1 to √2 എന്നും സ്പ്ലിറ്റ് ചെയ്യണം. 0 to 1 ആൻഡ് 1 to √2. 0 to 1 ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 0ക്കും 1നും ഉള്ള ഇടയിലുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം, ഇപ്പോൾ 0.1 ആയിക്കോട്ടെ അല്ലെങ്കിൽ 0.5 ആയിക്കോട്ടെ, എന്ത് വന്നാലും അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 0 നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. ഇനി 1 to √2 നമ്പേഴ്സ്, റൂട്ട് 1.414 ആണ്, 2ലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ റേഞ്ചിലുള്ള വാല്യൂസിൻ്റെ എല്ലാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഫസ്റ്റ് ഇൻ്റഗ്രൽ ഡെഫിനറ്റ്ലി 0 ആണ്.
സെക്കൻഡ് വണ്ണോ ഇൻ്റഗ്രൽ ഓഫ് 1. ഇൻ്റഗ്രൽ ഓഫ് 1 എന്താണ്? എക്സ് ആണ്. ടു ദ ലിമിറ്റ് 1 to √2. ലിമിറ്റ് എങ്ങനെ കൊടുക്കാം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പോൾ എക്സിന് ആദ്യം √2 കൊടുക്കുന്നു, √2 മൈനസ് 1. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്താണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 2x³ - 1 ഡിവൈഡഡ് ബൈ x⁴ പ്ലസ് എക്സ്. നോക്കൂ, നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം എന്ന് തോന്നും, പക്ഷേ ഈ രീതിയിൽ കിടന്നാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. ഞാൻ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും x² പുറത്തേക്ക് എടുക്കുകയാണ്. ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും x² ഞാൻ പുറത്തേക്ക് എടുത്താൽ x² ഇൻറ്റു 2x മൈനസ് 1/x² ഡിവൈഡഡ് ബൈ x² ഇൻറ്റു x² പ്ലസ് 1/x എന്ന് വരും. ഓക്കെ, x² കട്ടായി പോകും. ഇൻ്റഗ്രൽ എങ്ങനെ വരും? ഇൻ്റഗ്രൽ ഓഫ് 2x മൈനസ് 1/x² ഡിവൈഡഡ് ബൈ x² പ്ലസ് 1/x dx. ഇനി ഒന്ന് നോക്കൂ, ഇപ്പോൾ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പാകത്തിനല്ലേ കിടക്കുന്നത്. x² ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. അതുപോലെ 1/x ഡെറിവേറ്റീവ് മൈനസ് 1/x² ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. നോക്കൂ, put x² plus 1/x is equal to u. അപ്പോൾ 2x മൈനസ് 1/x² ഇൻറ്റു dx എന്താകും? du ആകും. So integral will become 1/u into du. 1/uൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? log u ആണ്. യുവിനെ റീപ്ലേസ് ചെയ്യാം. log mod x² പ്ലസ് 1/x പ്ലസ് സി. സിമ്പിൾ അല്ലായിരുന്നോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ -1 to 1 x⁻17 ഇൻറ്റു cos⁴x dx. നോക്കൂ, രണ്ട് ഫംഗ്ഷൻ പ്രോഡക്റ്റ് ഫോമിലാണ് കിടക്കുന്നത്. ലിമിറ്റും ഉണ്ട്, -1 to 1. ഒറ്റ നോട്ടത്തിൽ എങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഇത് വളരെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കൂ, നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടീസും ഡെഫിനറ്റ് ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസും യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. നമുക്കിത് ആദ്യം ഫംഗ്ഷൻ ഓഡാണോ ഈവൻ ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യാം. നോക്കൂ, എങ്ങനെയാണ് വെരിഫിക്കേഷൻ? എക്സിന് നമ്മൾ -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ f(-x) എന്ന് പറയുന്നത് എന്താ വരാം? f(x) is equal to x⁻17 ഇൻറ്റു cos⁴x ആണ്. f(-x) എന്ന് പറയുമ്പോൾ എന്ത് വരും? -x⁻17 ഇൻറ്റു cos⁻x ⁴. cos-x cos-x തന്നെയാണ്, നമുക്കറിയാം. cos ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. ഇനി -x⁻17 17 ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ ഓഡ് നമ്പർ പവർ ആയിട്ട് വരികയാണെങ്കിൽ എന്തായി? നെഗറ്റീവ് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ -x⁻17 ഇൻറ്റു cos-x cos-x ആയതുകൊണ്ട് ഇതെങ്ങനെ വരും? cos⁴x എന്ന് തന്നെ വരും. സോ ഇത് നമുക്ക് f(-x) മൈനസ് f(x) എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ മൊത്തം ഫംഗ്ഷൻ എന്തായി? ഓഡ് ഫംഗ്ഷൻ ആണ്. f(-x) ഈക്വൽ ടു -f(x) ആണെങ്കിൽ ഫംഗ്ഷൻ ഓഡാണ്. ഇൻ്റഗ്രലിൻ്റെ ആൻസർ എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത് 0 എന്നാണ്. സിമ്പിൾ അല്ലായിരുന്നോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1 + cos⁻x ഡിവൈഡഡ് ബൈ sin²x. ഇതും ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെയും ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ ഞാൻ ഡിനോമിനേറ്റർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുവാണ്. 1 + cos⁻x ഡിവൈഡഡ് ബൈ sin²x എന്നുള്ളതിനെ ഞാൻ 1/sin²x പ്ലസ് cos⁻x ഡിവൈഡഡ് ബൈ sin²x എന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഇനി 1/sin²x നമുക്ക് എങ്ങനെ എഴുതാം? cosec²x എന്ന് എഴുതാം.
അപ്പോൾ കൊസീക് സ്ക്വയർ എക്സ് പ്ലസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സിനെ ഞാൻ സൈൻ സ്ക്വയർ എക്സിന് സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സിന് സ്പ്ലിറ്റ് ചെയ്താൽ 1/sin x എനിക്ക് കൊസീക് എക്സ് എന്നും കോസ് എക്സ് ബൈ സൈൻ എക്സിനെ കോട്ട് എക്സ് എന്നും മാറ്റാം. അതായത് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്നുള്ളതിനെ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്നാക്കി. എന്നിട്ട് ഈ കോസ് എക്സ് ബൈ സൈൻ എക്സിനെ എന്ത് ചെയ്തു? കോട്ട് എക്സ് എന്നാക്കി. 1/sin എക്സിനെ കൊസീക് എക്സ് എന്ന് എഴുതി. ഇനി കൊസീക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം ഇല്ലേ? എന്താണ്? മൈനസ് കോട്ട് എക്സ് ആണ്. ഓക്കെ, ആൻഡ് കൊസീക് എക്സ് കോട്ട് എക്സോ മൈനസ് കൊസീക് എക്സ് അല്ലേ? കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആയിരുന്നു. കൊസീക് സ്ക്വയർ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോട്ട് എക്സ്. അതുപോലെ കൊസീക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് ആയിരുന്നു. കൊസീക് എക്സ് കോട്ട് എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കൊസീക് എക്സ് പ്ലസ് സി. ആൻസർ നമുക്ക് എളുപ്പത്തിൽ തന്നെ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ്. നോക്കൂ, കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് എന്നാണ് കിടക്കുന്നത്. ആ സൈൻ എക്സിൻ്റെ പ്ലേസിൽ കോസിൻ്റെ എന്തെങ്കിലും ആംഗിൾ ആയിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഈ സൈൻ എക്സിനെ ഒന്ന് മാറ്റാൻ പോവാണ്. കോസ് പൈ ബൈ 2 മൈനസ് എക്സ്. കോസ് പൈ ബൈ 2 മൈനസ് എക്സ് സൈൻ എക്സ് ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അപ്പോൾ എന്താ, ഈ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് വരുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. എന്താ വരിക? പൈ ബൈ 2 മൈനസ് എക്സ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി പൈ ബൈ 2 മൈനസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലോ? പൈ ബൈ 2ൻ്റെ ഇൻ്റഗ്രൽ പൈ ബൈ 2x മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി. ഓക്കെ, ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഇൻറ്റു കോസ് റേസ് ടു 4x dx. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത്, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതുപോലെ സൈനിൻ്റെയും കോസിൻ്റെയും പ്രോഡക്റ്റ് ഫോമിൽ അതിലേതെങ്കിലും ഒരു ഫംഗ്ഷൻ ഓഡായിരിക്കും, അതിൻ്റെ പവർ ഒരെണ്ണത്തിൻ്റെ പവർ ഈവൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ സൈനിൻ്റെ പവറാണ് ഓഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓഡ് പവറുള്ള സൈനിനെ ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. നോക്കിക്കോളൂ, ഈ സൈൻ ക്യൂബ് എക്സിനെ ഞാൻ സൈൻ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാണ്, ഇൻറ്റു കോസ് റേസ് ടു 4x dx. ആൻഡ് സൈൻ സ്ക്വയർ എക്സിനെ ഞാൻ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് കൊടുക്കുകയാണ്. 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് റേസ് ടു 4x. ഈ സൈൻ എക്സിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം? കോസ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം അല്ലേ? കോസ് എക്സിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ഡി എക്സ് എന്നുള്ളത് എന്താകും? ഡി യു ആകും. ബട്ട് ഇവിടെ മൈനസ് ഉണ്ടോ? അപ്പം നമ്മൾ മൈനസിനെ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കും, ഡി യുവിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു. ഇൻ്റഗ്രൽ എങ്ങനെയാവും നോക്കിയേ? ഇൻ്റഗ്രൽ ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്നുള്ളത് യു സ്ക്വയർ ഇൻറ്റു യു റേസ് ടു 4 ഇൻറ്റു മൈനസ് ഡി യു. ഓക്കെ, ഈ നെഗറ്റീവ് ഞാൻ ഈ 1 മൈനസ് യു സ്ക്വയറിന് കൊടുക്കുകയാണേ. അപ്പോൾ എന്തായി? 1 മൈനസ് യു സ്ക്വയർ എന്നുള്ളത് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു സ്ക്വയർ മൈനസ് 1 ആകും. അപ്പോൾ യു സ്ക്വയർ മൈനസ് 1 ഇൻറ്റു യു റേസ് ടു 4 ഡി യു. എങ്ങനെയായി? യു സ്ക്വയർ ഇൻറ്റു യു റേസ് ടു 4 യു റേസ് ടു 6 മൈനസ് യു റേസ് ടു 4 ഡി യു. ഇൻ്റഗ്രേറ്റ് ചെയ്താലോ? യു റേസ് ടു 7 ബൈ 7 മൈനസ് യു റേസ് ടു 5 ബൈ 5 പ്ലസ് സി. യുവിനെ റീപ്ലേസ് ചെയ്യേണ്ടേ? യു ആരായിരുന്നു? നമ്മുടെ കോസ് എക്സ് ആയിരുന്നു. അപ്പോൾ 1/7 കോസ് റേസ് ടു 7x മൈനസ് 1/5 കോസ് റേസ് ടു 5x പ്ലസ് സി എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ സൈൻ ഓഡ് പവർ വന്ന പോലെ കോസിനും വരാം. കോസ് റേസ് ടു 3x ഇൻറ്റു സൈൻ റേസ് ടു 4x എന്ന് വന്നാലും ഓഡ് പവർ ഉള്ളതിനെയാണ് നമ്മൾ എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഓഫ് e raised to x into x minus 1 divided by x square dx equal to e raised to x into f of x plus c. Then f of x satisfying the equation is. ആൻസറിൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ എഫ് ഓഫ് എക്സ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുവാണേ. ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു എക്സ് കട്ടായി പോകും. ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. നോക്കിക്കേ, ഈ 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ ആൻസർ വിൽ ബി ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഓക്കെ, ഇതായിരിക്കും ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ കിടക്കുന്നത് അല്ലേ, ഇ റേസ് ടു എക്സ് ഇൻറ്റു നമ്മുടെ ഫംഗ്ഷൻ ആരാണ്? 1 ബൈ എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയറും ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻ്റഗ്രലിന് എങ്ങനെ എഴുതാം ആൻസർ? ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഇ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് സി ഇസ് ദ ആൻസർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ്. ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ആണ് ആൻസർ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് സി. ഇവിടെ അപ്പോൾ എഫ് ഓഫ് എക്സ് ഏതാണ്? 1 ബൈ എക്സ് ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് എന്ന് എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, evaluate integral e raised to x into log sec x plus tan x dx. എങ്ങനെ ചെയ്യാം നോക്കൂ, എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? ഒന്ന് നോക്കിയേ. ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയാലുണ്ടല്ലോ, ആദ്യം നമ്മൾ നോക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി അതിനെ ചെയ്യാൻ പറ്റുമോ എന്നാണ്. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മെത്തേഡ്സിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ലോഗ് സീക്ക് എക്സ് ആണ് കിടക്കുന്നത്, ടാൻ എക്സും ഉണ്ട് അല്ലേ. നമുക്കറിയാം ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ആണ് ലോഗ് സീക്ക് എക്സ് അല്ലേ. ഇൻ്റഗ്രൽ ഓഫ് ടാൻ എക്സ് എന്താണ്? ലോഗ് സീക്ക് എക്സ് ആണ് അല്ലേ. ലോഗ് സീക്ക് എക്സ് ആണ് ഇൻ്റഗ്രൽ ഓഫ് ടാൻ എക്സ് എന്ന് പറയുന്നത്. ടാനും ലോഗ് സീക്ക് എക്സും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ലോഗ് സീക്ക് എക്സ് ആണെങ്കിൽ ഈ ലോഗ് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരായിരിക്കും? ടാൻ എക്സ് ആയിരിക്കില്ലേ. നോക്കൂ, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ആണെങ്കിൽ ഈ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ആരായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും അല്ലേ. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ടാൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ആണ് ലോഗ് സീക്ക് എക്സ് അല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് സീക്ക് എക്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെഴുതാം? ടാൻ എക്സ് എന്ന് എഴുതാം. തൊട്ട് മുന്നേ ചെയ്ത അതേ ക്വസ്റ്റ്യൻ, അതേ പ്രോപ്പർട്ടിയാണ് ഇവിടെ. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷൻ പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ആരാണ്? നമ്മുടെ ലോഗ് സീക്ക് എക്സ് ആണ് ഫംഗ്ഷൻ, ടാൻ എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താ വരിക? ഒറ്റയടിക്ക് നമുക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഫംഗ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് സീക്ക് എക്സ് എന്ന് വരും നമ്മുടെ ആൻസർ. പ്ലസ് സി കൊടുക്കാൻ മറക്കരുതേ. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണുള്ളത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ്. എങ്ങനെ ചെയ്യാം? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഏത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കും?
എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കാം, എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും ഇ റേസ് ടു എക്സിനെ സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുക്കാം. ഇൻ്റഗ്രൽ എങ്ങനെ വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻ്റെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെ. എന്ത് വരും? എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഇൻ്റഗ്രേഷനിലും ഡിഫറൻസിയേഷൻ ആണെങ്കിലും ഇ റേസ് ടു എക്സ് നമുക്ക് എന്താ പറയുക, വളരെ ആശ്വാസം തരുന്നൊരു ഫംഗ്ഷനാണ് അല്ലേ. അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്, ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് പ്ലസ് സി. വി കൻ ഓൾസോ ടേക്ക് ഔട്ട് ദിസ് ഇ റേസ് ടു എക്സ്. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് സി എന്ന ആൻസർ കിട്ടും. ഓക്കെ, എളുപ്പത്തിൽ കിട്ടിയില്ലേ? അപ്പോൾ 1 മാർക്ക് 2 മാർക്സ് നമുക്ക് അധികം ടഫായിട്ട് ചോദിക്കില്ല. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ടും റിപ്പീറ്റഡ്ലി അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.